അയാൾ ആ കേജിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ കേജിൻ്റെ അടുത്തേക്ക് വന്നതും ആ ഡോർ തുറന്നകത്തേക്ക് കയറി. പിന്നെ കാണിക്കുന്നത് അതിനകത്ത് കൂട്ടിലകപ്പെട്ടിരിക്കുന്ന ഒരു ചിമ്പാൻസിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് തുറന്ന് അദ്ദേഹം ഒരു സിറിഞ്ച് കയ്യിലെടുത്തു. തിരിഞ്ഞു നോക്കിയതും അവിടെ മുമ്പുണ്ടായിരുന്ന ആ ചിമ്പാൻസിയെ കാണുന്നില്ല. അതെവിടെ പോയെന്നറിയാൻ വേണ്ടി അദ്ദേഹം നോക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നത്. ആ ചിമ്പാൻസി ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. അദ്ദേഹം പതിയെ അതിൻ്റെ അടുത്തെത്തി. ആ ചിമ്പാൻസിയുടെ ഫേവറേറ്റ് ഡോളായ ആ പാവയെടുത്ത് അതിനെ കളിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചതിന് ശേഷം അതിനകത്തേക്ക് വലിച്ച് നീട്ടിയിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തെ തൊലി അത്രയും വലിച്ചിളക്കി. നമ്മുടെ സിനിമയിലെ നായികയായ ലൂസി അവളുടെ സുഹൃത്തുക്കളുമൊത്ത് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഒരു ഐലൻഡിൻ്റെ നടുവിലുള്ള ഒറ്റപ്പെട്ട വീട്ടിലാണ് ലൂസി താമസിക്കുന്നത്. അവിടെ അവളുടെ സംസാരിക്കാൻ കഴിവില്ലാത്ത അച്ഛനും പിന്നെ സഹോദരിയും കൂടെയുണ്ട്. പിന്നെ ബെൻ എന്ന പേരുള്ള ഒരു ചിമ്പാൻസിയും. ബെൻ അവരുടെ വീട്ടിലെ ഒരു പെറ്റ് ചിമ്പാൻസി ആയിരുന്നു. ആ ഫാമിലിയായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ജീവി, ഒരു സാധുമൃഗം. അവന് അവൻ്റേതായിട്ടുള്ള ഒരു ലോകം. അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവളുടെ കൂട്ടുകാരികളെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം രാത്രി നടക്കാനിറങ്ങുന്ന അവളുടെ കൂട്ടുകാരിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ബെന്നിനെ കണ്ട് പേടിക്കുകയാണ്. മുമ്പ് കണ്ട അത്രയും ഫ്രണ്ട്ലി ആയിരുന്നില്ല അവൻ. എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി. യാതൊരു അലക്കവും ഇല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ബെൻ അവിടെ. അവനെന്തോ പറ്റിയിട്ടുണ്ട്. അവൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ട്. ലൂസിയുടെ കൂട്ടുകാരിയായ ഹന്നയുടെ കയ്യിലേക്ക് അവൻ പെട്ടെന്ന് തന്നെ വയലൻ്റായി കയറി പിടിച്ചു. അപ്പോഴേക്കും അവിടെ ആ അച്ഛൻ വന്നു. അവനൊരു വിസിലടിച്ചതും ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി നിന്നു. ശേഷം ബെന്നിനെ അദ്ദേഹം ഒരു കൂട്ടിലടക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ബെന്നിനെ എന്തോ കടിച്ചെന്ന് പറഞ്ഞ് ഒരു മരപ്പട്ടിയെ എടുത്ത് അവിടെ കൊണ്ടിട്ടു. ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇനി എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.